നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു. ആ കേസിന്റെ വിശദ വിവരങ്ങൾ, ഇവിടെ അതിജീവിത കൊടുത്ത മൊഴി, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നതും ഈ വിഷയം തന്നെയാണ്. എന്തായാലും രാഹുലിനെതിരെ എടുത്ത കേസിന്റെ വിവരങ്ങൾ, ഒന്ന് ബലാത്സംഗം, മറ്റത് നിരന്തരം പീഡിപ്പിക്കൽ, അതുപോലെ തന്നെ ഉപദ്രവിച്ച് പീഡിപ്പിക്കൽ, അധികാരം ഉപയോഗിച്ച് പീഡിപ്പിക്കൽ, തുടർച്ചയായി ഒരു സ്ത്രീയെ തന്നെ പീഡിപ്പിക്കൽ, ഗർഭഛിദ്രം, വിശ്വാസവഞ്ചന, IT ആക്ട്, ഇങ്ങനെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുമ്പോൾ, രാഹുൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങി എന്ന വാർത്തകൾ വരുമ്പോൾ, പല നിയമവിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പുഷ്പം പോലെ ഊരും എന്ന് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അയാൾ തെറ്റുകാരൻ തന്നെയാണ് മനസ്സിലാക്കിയിടത്തോളം. അതുപോലെ തന്നെ അയാൾ അത്ര ശരിയായിട്ടുള്ള നല്ല മനുഷ്യനല്ല, MLA ആയിരിക്കാനുള്ള യോഗ്യതയും ഇയാൾക്കില്ല. അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ നിയമത്തിന്റെ പഴുതിലൂടെ അയാൾ കൂരിപ്പോരാനുള്ള വകുപ്പുണ്ട് എന്നതാണ് കമാൽ പാഷയെ പോലുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ ചില നിയമവിദഗ്ധരൊക്കെ പറയുന്നത് അയാൾ പുഷ്പം പോലെ ഊരും എന്ന് തന്നെയാണ്. അതായത് പീഡിപ്പിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പല രീതിയിൽ അധികാരം ഉപയോഗിച്ച് ഉപദ്രവിച്ച് തുടർച്ചയായി ഒരു സ്ത്രീയെ തന്നെ പീഡിപ്പിച്ചു, അതായത് ബലാത്സംഗം ചെയ്തു എന്ന രീതിയിലുള്ള ഒരു കുറ്റകൃത്യമാണ് ഇയാളുടെ മേലിൽ ചുമത്തിയിട്ടുള്ളത്. എന്നാൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ സമ്മതത്തോടു കൂടി നടത്തിയ ബന്ധമാണ് എന്നതാണ് ചില വാട്സാപ്പ് ചാറ്റുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ പരസ്പരം സമ്മതപ്രകാരം ബന്ധപ്പെട്ടാൽ സുപ്രീം കോടതിയുടെ നേരത്തെ ഒരു ജഡ്ജ്മെന്റ് അനുസരിച്ച് ഇയാളെ ശിക്ഷിക്കാൻ കഴിയില്ല. ഇയാൾക്ക് മുൻകൂർ ജാമ്യം ആ വിഷയത്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് കമാൽ പാഷയുടെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഇവിടെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു പരാതിയുണ്ട്. ഇവിടെ ഈ സ്ത്രീ വിവാഹിതയാണ് എന്നതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വിവാഹിതയാണെങ്കിൽ മറ്റൊരാളുടെ ഭാര്യയായിരിക്കുന്ന ഒരാൾക്ക് രാഹുൽ വിവാഹം കഴിച്ചില്ല, വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് പീഡിപ്പിച്ചു എന്ന ഒരു പരാതി കൊടുക്കാൻ കഴിയില്ല, അത് നിലനിൽക്കില്ല എന്ന ഒരു അഭിപ്രായവും വരുന്നുണ്ട്. ഇതൊക്കെ നിയമം പഠിച്ച ആളുകളാണ് പറയുന്നത്. എന്തായാലും വലിയ കോലാഹലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പരാതിക്കാരിയെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിച്ചത് രാഹുൽ തന്നെയാണ്. PR ഏജൻസികളെ വെച്ച് പല കോൺഗ്രസ് നേതാക്കളെയും ആക്രമിച്ചപ്പോൾ, മോശപ്പെട്ട രീതിയിൽ അപമാനിച്ചപ്പോൾ ആ പെൺകുട്ടി ഗതികെട്ട് ആ പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ മുന്നിൽ പരാതിയുമായി പോവുകയായിരുന്നു എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. അത് കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. രാഹുലിനെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയാണ് എന്നുള്ളതാണ്. അക്കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. കാരണം ഈ ഏറ്റവും അവസാനം K. സുധാകരൻ പറഞ്ഞു രാഹുൽ തെറ്റുകാരനല്ല, രാഹുൽ സജീവമായി കോൺഗ്രസിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ K. സുധാകരൻ പറഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് രാഹുലിനെ ഇവിടെ അടപടലം പൂട്ടുന്നത്. സുധാകരന്റെ എതിർചേരിയിലുള്ള ആളുകൾ തന്നെ ആയിരിക്കും അതിന് പുറകിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്ലെങ്കിൽ മാസങ്ങളായി പരാതി കൊടുക്കാതെ, ഇന്ന് പരാതി കൊടുക്കും, നാളെ പരാതി കൊടുക്കും. പോലീസ് ഈ അതിജീവിതയുടെ പുറകെ ഒരുപാട് കാലം പരാതി എഴുതി കിട്ടുന്നതിന് വേണ്ടി നടന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെ നടന്നിട്ട് പോലും പരാതി കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പെട്ടെന്നാണ് ഈ പരാതി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്. രാഹുൽ മാങ്കൂട്ടത്തിനും വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഒരിക്കലും ഈ പെൺകുട്ടി പരാതി കൊടുക്കാനുള്ള സാധ്യതയില്ല എന്ന് അയാൾ വിശ്വസിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അയാൾ സജീവമായി ഇറങ്ങി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും എല്ലാ പ്രതീക്ഷകളും തെറ്റി. ഇപ്പോൾ തൽക്കാലം അയാൾ മുങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഈ മുങ്ങി എന്ന് പറഞ്ഞ് ഇയാളെ കളിയാക്കുമ്പോഴും അവിടെയും നിയമവിദഗ്ധർ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇയാൾ ബുദ്ധിപൂർവ്വം ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. മുൻകൂർ ജാമ്യം എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ്. ഇയാൾക്ക് കൃത്യമായ നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. ഇയാൾ മുൻകൂർ ജാമ്യത്തിന് ട്രൈ ചെയ്താൽ ഇയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇയാൾക്കെതിരെ നിലനിൽക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടൊരു ആരോപണം എന്ന് പറയുന്നത് ഇവിടെ ഗർഭഛിദ്രമാണ്. നിർബന്ധിച്ച് ആ ഗർഭം മനസ്സിപ്പിക്കുന്നതിന് വേണ്ടി മരുന്ന് കൊടുത്തു, അതിനുവേണ്ടി ഈ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരെ നിലനിൽക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുമ്പോഴും അവിടെയും ഇയാൾക്ക് ചില സാധ്യതകൾ നിയമവിദഗ്ധർ പറയുന്നുണ്ട്. അതായത് ഇത് ആരുടെ ഗർഭമാണ് എന്ന് തെളിയിക്കാനോ അല്ലെങ്കിൽ രാഹുലിന്റെ ഗർഭമാണ് എന്ന് കൃത്യമായി പ്രൂവ് ചെയ്യാൻ ഈ പെൺകുട്ടിയുടെ പക്കൽ തെളിവുകൾ ഉണ്ടായിരിക്കണം. ഇത് മാസങ്ങൾ കഴിഞ്ഞൊരു വിഷയമാണ്. അത്തരത്തിലുള്ള തെളിവുകളും ഡോക്ടറെ കണ്ട അതിന്റെ രേഖകളും ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലാണ് ആ കാര്യം നിലനിൽക്കുകയുള്ളൂ. ഇനി ആ യുവതിയുടെ ഭർത്താവിൽ നിന്ന് തന്നെയാണ് യുവതി ഗർഭിണിയായിട്ടുള്ളതെങ്കിൽ പോലും രാഹുൽ പ്രേരിപ്പിച്ചാൽ അതൊരു കുറ്റകൃത്യമാണ് എന്ന് പറയുന്നു.
എന്തായാലും മെഡിക്കൽ രേഖകൾ ഈ ഒരു കാര്യത്തിന് വളരെ നിർബന്ധമാണ്. അക്കാര്യം ഇവിടെ ഹാജരാക്കേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മാസങ്ങളായി പരാതി കൊടുക്കാതെ, പോലീസ് പുറകെ നടന്നിട്ട് പോലും പരാതി കൊടുക്കാതെ ഈ ഇലക്ഷൻ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന ഒരു സമയത്ത് ഒരു പരാതി കൊടുത്തതിനെ കോടതി സംശയത്തോടു കൂടി നോക്കിക്കാണുമെന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പെൺകുട്ടി ഇപ്പോൾ പരാതി കൊടുത്തത് കാര്യമായ രീതിയിൽ തന്നെ രാഹുലിനെ ബാധിക്കില്ല. രാഹുലിന് കൃത്യമായ നിയമോപദേശം ലഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം രാഹുൽ സജീവമായി രംഗത്ത് ഇറങ്ങിയത്. ഈ പെൺകുട്ടി പരാതി കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ, വന്നിടത്ത് വെച്ച് കാണാം എന്ന രീതിയിലാണ് രാഹുലിന്റെ നീക്കങ്ങൾ ഉണ്ടായത്. അത് ബുദ്ധിപൂർവ്വമുള്ള ഒരു നീക്കമാണ് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പല നിയമവിദഗ്ധരുമാണ് ഈ ഒരു കാര്യം വളരെ കൃത്യമായി അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും അടുത്തത്, ഈ രാഹുലിന് ശേഷം ഷാഫി പറമ്പിലാണോ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. കാരണം രാഹുൽ പഠിച്ച സ്കൂളിലെ ഹെഡ്മാഷാണ് ഷാഫി പറമ്പിൽ എന്ന രീതിയിലുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ, ഒരുപാട് പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം വന്നു കഴിഞ്ഞു. രാഹുലിനെ ഇതുവരെ തള്ളാനോ കൊള്ളാനോ ഷാഫി തയ്യാറായിട്ടില്ല. അതായത് രാഹുൽ ഈ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കൃത്യമായ ഒരു സ്റ്റാൻഡിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ തന്നെ ആയിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഷാഫി ഒന്നും ഇവിടെ പ്രതികരിക്കാത്തത്, നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നൊക്കെയുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് ഷാഫി പറമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുലിനെതിരെ കടുപ്പിച്ചെന്തെങ്കിലും പറഞ്ഞാൽ രാഹുൽ ഷാഫിക്ക് ഒരു പണി കൊടുക്കുമോ എന്നുള്ള ഒരു പേടി ഷാഫി പറമ്പിലിനുണ്ട് എന്ന ചില അഭിപ്രായങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതിൽ എത്രമാത്രം ശരിയുണ്ട് എന്നറിയില്ല. ഇവർ രണ്ടുപേരും രണ്ട് മെയ്യാണെങ്കിലും ഒറ്റ മനസ്സാണ്. അത്തരത്തിലാണ് ഇവരെ അറിയപ്പെടുന്നത്, അങ്ങനെയാണ് ഇവരെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അഭിപ്രായം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.